നമസ്കാരം. വൈക്കത്തപ്പൻ്റെ വടക്കേ നടയിൽ നിന്നുമാണ് നമ്മൾ ഈ വിഷ്വൽ കാണിക്കുന്നത്. വൈക്കത്തെത്തിയപ്പോൾ യെല്ലോ ആൻഡ് റെഡ് കളറിൽ കുറെ ഭക്തജനങ്ങളെ കണ്ടിരുന്നു. അവരെ പറ്റി ഉള്ള വിശേഷങ്ങൾ അറിയാനായിട്ടാണ് ഇപ്പോൾ നമ്മൾ ചെല്ലുന്നത്. എന്താണ് ഈ വേഷം, ഏത് ക്ഷേത്രത്തിലെ ദർശനമാണ് എന്ന വിശദമായ കാര്യങ്ങൾ അന്വേഷിക്കുവാനാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? ഞങ്ങൾ അട്ടപ്പാടി, പാലക്കാട്. ഇത് ഏത് ക്ഷേത്രത്തിലെ ദർശനമാണ്? ഇത് ഈ വൈക്കത്തിന് വേണ്ടി വന്നതാണോ അതോ? മരവത്തൂർ. അതെവിടെയാ സ്ഥലം? മരവത്തൂർ ആദിപരാശക്തി ക്ഷേത്രത്തിൽ പോയതാണോ? ഓ, അത് ശരി. എന്താണ് ഈ ക്ഷേത്രത്തിലെ വഴിപാടും ആചാരങ്ങളും? നിങ്ങൾ എങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൽ പോകാനായിട്ട് തയ്യാറെടുക്കുന്നത്? ഞങ്ങൾ ആദ്യം തന്നെ കെട്ടി വെച്ചിട്ടാണ് 7 ദിവസം നോയമ്പ് നോയിട്ട് 6ാമത്തെ ദിവസം അമ്മയ്ക്ക് പുറപ്പെടുന്നു. 7ാമത്തെ ദിവസം അങ്ങോട്ട് കേട്ട് ഇരുമുടികേട്ട് ചെറുക്കാനായിട്ട് അങ്ങോട്ട്. അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവി ശക്തിയുള്ള ദേവിയാണ്. ഞങ്ങൾ എല്ലാ കൊല്ലം പോകുന്നതാണ്. കുറെ കൊല്ലമായിട്ട് ഞങ്ങളുടെ ഗുരുസ്വാമി അമ്മേന്റെ കൂടെ ഞങ്ങൾ പോയി വരുന്നതാണ്. അവിടുത്തെ പ്രത്യേകത നമ്മുടെ ഇരുമുടി കെട്ട് നമ്മൾ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് 3 പ്രാവശ്യം നമ്മൾ തൊഴാനാണ് അമ്മയ്ക്ക് കെട്ടുന്നത്. ആ 3 പ്രാവശ്യം നമ്മൾ എന്താണോ ആലോചിക്കുന്നത് നമ്മുടെ വിചാരിക്കുന്ന കാര്യം നടക്കും ഉറപ്പ് ഉള്ളൊരു ഇതായതുകൊണ്ട് ഞങ്ങൾ എല്ലാ കൊല്ലം പോയി വരുന്നത്. അത് മാത്രമല്ല ഞങ്ങൾ സ്ത്രീകൾക്ക് സന്തോഷമുണ്ട്, അമ്മേനെ കാണാൻ പോകുന്ന സന്തോഷമുണ്ട്. ഈ ക്ഷേത്രത്തിൽ പോണേ നിങ്ങൾ ഇരുമുടി കെട്ടിയൊക്കെ നടക്കണോ? എങ്ങനെയാണ്? ഇരുമുടി കെട്ടി നടക്കണോ? നിറച്ചാണ് ഞങ്ങൾ പോകുന്നത്. അത് എത്ര ദിവസം? അതിന്റെ ആചാരങ്ങൾ എങ്ങനെയാ? ആചാരം 7 ദിവസമാണ് ഞങ്ങൾ നോയമ്പ് നോക്കുന്നത്. ആദ്യം തന്നെ അയ്യപ്പനെ ഞങ്ങള് നോയമ്പ് നോക്കി കഴിഞ്ഞാണ് ഇരുമുടി കെട്ടുന്നത്. പക്ഷെ ഞങ്ങൾ അമ്മയ്ക്ക് ആദ്യം തന്നെ ഇരുമുടി കെട്ടിയിട്ടാണ് നോയമ്പ് നോക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ ആചാരം ചെയ്യുന്നത്. ഈ ക്ഷേത്ര ദർശനത്തിലൂടെ നിങ്ങളുടെ ജീവിതങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്? കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് എന്തൊക്കെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണമെന്നുണ്ടോ അങ്ങനെ കുറെ ഉണ്ട്. കുട്ടികളില്ലാത്ത കുട്ടികൾ കിട്ടിയിട്ടുണ്ട്. കല്യാണം മുടക്കമുള്ളവർക്ക് കല്യാണം നടക്കാനും എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ അതിനെല്ലാം ഞങ്ങൾ പോയവരുടെ അമ്മ ഞങ്ങൾക്ക് സഫലമാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കൊല്ലം പിന്നെയും ഞങ്ങൾ പോകുന്നത് അമ്മനെ കാണാനായിട്ട്. ഈ 2 ബസ്സിലുള്ള ആളും ഒരേ പ്രദേശത്തുള്ളവരാണോ? പാലക്കാടുള്ളവരാണോ? പ്രദേശത്തുള്ളവരാണ്. പാലക്കാട് ഏതാ സ്ഥലം? നിങ്ങളുടെ സ്ഥലം? പാലക്കാട് അട്ടപ്പാടി. അട്ടപ്പാടിയില് ഒരു സ്ഥലത്ത് മാത്രമുള്ള ഭക്തജനങ്ങളല്ല, പല കോളനികളിൽ നിന്ന് വരുന്ന ഭക്തജനങ്ങളാണ്. ഓ, സാധാരണക്കാരായിട്ടുള്ള ഭക്തജനങ്ങൾ. സാധാരണക്കാരുള്ള ഭക്തരാണ്. ഞങ്ങൾ അമ്മനെ കാണാൻ സങ്കടം പറയാൻ ഞങ്ങൾ പോകുന്നതാണ്. കൂടെ സങ്കടം പറച്ചിന്റെ കൂടെ ഞങ്ങൾക്ക് അമ്മേന്റെ അടുത്ത് സന്തോഷം, ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക് അമ്മ തരുന്നുണ്ട്. പറഞ്ഞു. നിങ്ങള് എത്ര ദിവസം പിടിക്കും നിങ്ങൾ പോയി വരുമ്പോ? ഞങ്ങള് നോയമ്പ് നോക്കുന്നത് ആദ്യം ദിവസം മുതൽ 6ാമത്തെ ദിവസം ഇറങ്ങുമെങ്കിലും 7ാമത്തെ ദിവസം ഇരുമുടി കെട്ടി ചെലുത്തി അത് കഴിഞ്ഞ് ഞങ്ങള് വേറെ അമ്പലങ്ങൾക്ക് കാണാനൊക്കെ ഇറങ്ങും. അവിടെ മാത്രമല്ല വേറെ അമ്പലങ്ങൾ കണ്ടിട്ടാണല്ലോ നമ്മൾ ചെല്ലേണ്ടത്. അങ്ങനെ എന്തായാലും അത് കഴിഞ്ഞിട്ട് ഒരു 4-5 ദിവസം ടൂറൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലോട്ട്. 10 ദിവസം എടുക്കുമോ നിങ്ങൾ പോയി വരുമ്പോ? 10 ദിവസം എടുക്കും. എല്ലാ വർഷവും നിങ്ങൾ പോകാറുണ്ടോ? എല്ലാ വർഷവും പോകാറുണ്ട്. ഏകദേശം 2 ബസ്സിലുള്ള ആളുണ്ട്. എന്തായാലും സാക്ഷാൽ ആദിപരാശക്തിയുടെ ഭക്തജനങ്ങളാണ് നമ്മളിപ്പോൾ ഈ ചാനലിലൂടെ കാണുന്നത്. ഇത് സ്ഥലം മേൽ മരവത്തൂർ എന്നോ മറ്റോ ആണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്ത്രീകളാണ് കൂടുതൽ. നമ്മുടെ കേരളത്തിൽ ചക്കുളത്ത്, പിന്നെ ആറ്റുകാല് തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ സ്ത്രീകൾ തടിച്ചുകൂടുന്ന പോലെ തന്നെ ഈ മേൽമരവത്തൂർ ആദിപരാശക്തി ക്ഷേത്രത്തിൽ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. ഇവർ പാലക്കാട് ജില്ലയിൽ നിന്നും വന്ന ഭക്തജനങ്ങളാണ്. 2 ബസ്സിനുള്ള ആളായിരുന്നു ഇതിനകത്തുണ്ടായിരുന്നത്. തൽക്കാലം അവർ പറയുന്നത് ഒരുപാട് അനുഗ്രഹം ഈ അമ്മയിലൂടെ അവർക്ക് ലഭിക്കുന്നുണ്ട്. തന്നെയുമല്ല, അവർ ഓരോ വർഷം ചെല്ലുന്തോറും ഭക്തജനങ്ങൾ കൂടുന്നു എന്നല്ലാതെ കുറയുന്നില്ല എന്നാണ് അവർ ഇപ്പോൾ പറയുന്നത്. എന്തായാലും അവരുടെ ആഗ്രഹങ്ങളും സഫലമാകട്ടെ. തീർച്ചയായിട്ടും തുടർന്നും എല്ലാ വർഷവും ചെന്നൈക്ക് സമീപം, അതായത് വിഴുപ്പുരം ജില്ലയിലാണ് ഈ മേൽമരവത്തൂർ എന്ന് പറയുന്ന സ്ഥലം.
ആ അമ്മേനെ ചെന്ന് കണ്ട് അമ്മയുടെ അനുഗ്രഹം മേടിക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.